ഇന്നാണ് എൻ്റെ മോൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നത്. അവൻ്റെ ഫസ്റ്റ് ടൂറാണ്. 1ാം ക്ലാസ് തൊട്ടാണ് ടൂറ് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇത്തവണ ഫസ്റ്റ് ടൂറാണ്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റൊക്കെ അവനുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ട്. നമ്മുടെ കൂടെ പോകല്ലാതെ ഒറ്റയ്ക്ക് സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഒരു പ്രത്യേകത ആണല്ലോ. അവനൊറ്റക്കാണല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു വിഷമം പുള്ളിക്ക് ആ ബസ്സിൽ കയറിയിരുന്നപ്പോൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമായിരുന്നു. പിന്നെ ബസ് സ്റ്റാർട്ട് ചെയ്തു, ടാറ്റയൊക്കെ തന്ന് ആള് പോയി. അത്രയും ദിവസം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ടൂർ പോകൂലോ എന്ന്. അപ്പോൾ പോണ കാണുമ്പോൾ നമുക്കൊരു സങ്കടം. എവിടെ പോണേ? എവിടെ പേടിച്ചാ കുഞ്ഞാ പേടിച്ചാ? ഇങ്ങോട്ട് വന്നേടാ, ഇങ്ങോട്ട് വന്നേ വരണ്ടാ കുഞ്ഞാ വന്നേടാ, വന്നേ ഒരു സ്വകാര്യം പറയുവാ. നീ പേടിച്ച് ഓടണ്ടായില്ല, വാ. വണ്ടി കണ്ടിട്ടാണ് ഓടിയത്. കുഞ്ഞാ അടച്ചോനെ. എവിടെ പോണേ? ഓടിക്കോ. കുഞ്ഞനെ എവിടെ പോണേ? കുഞ്ഞാ എവിടെ പോയി? കുഞ്ഞാപ്പൂ കുഞ്ഞ പോലെടാ. അപ്പോൾ വീട്ടിൽ വന്ന് ഇത് കണ്ടില്ലേ, നമ്മുടെ റൂമിൻ്റെ മതിൽ യൂട്യൂബിൽ നിന്ന് എഴുതി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ കൊമ്പൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കൊമ്പൻ മായ്ക്കാൻ ശ്രമിച്ചു നോക്കി. സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്നും മായുന്നില്ല. അപ്പോൾ അത് വിട്ട് കളഞ്ഞു. പിന്നെ കുറച്ച് മാറാലയൊക്കെ അടച്ച് തൂക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ജോലി ചെയ്തു. അതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുമ്പോൾ ആരെ കിടന്നുറങ്ങണേ? നമ്മുടെ ജിംബർ നല്ല ഉറക്കം ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആ ഉറക്കം കാണുമ്പോൾ നമുക്കിങ്ങനെ ഉപദ്രവിക്കാനൊക്കെ തോന്നും. ഞാനപ്പോൾ ഒരു മയിൽപ്പീലി കൊണ്ടുവന്ന് അവനെ എണീപ്പിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അവന് യാതൊരു കുസലുണ്ടായിരുന്നില്ല ഗൈസ്. നല്ല ഉറക്കം എന്നൊക്കെ പറയൂലേ, ഇതാണ് നല്ല ഉറക്കം. എന്തൊക്കെ ശ്രമിച്ചിട്ടും അവൻ അനങ്ങി കൊടുത്തില്ല. എൻ്റെ ഉറക്കം ആരും തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും കിടന്നുറങ്ങി. ഇവന് രാവിലെ തന്നെ കുറച്ച് മീൻ കിട്ടിയാൽ മതി. മീനിൻ്റെ തല അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫുള്ള് തിന്നും. അത് ഫുള്ള് തിന്നിട്ട് ഇതേപോലെ പോത്തുറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കണത് വൈകുന്നേരമൊക്കെ ആയിരിക്കും. അത്ര നേരം നല്ല ഡീപ്പായിട്ട് നല്ല പുള്ളി അസല ഉറക്കം കേട്ടോ. അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഈ കിടക്കണത്. അപ്പം പിന്നെ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ഇങ്ങനെ ഉപദ്രവിക്കണത് ഒരു മനസ്സികം നമുക്കും കിട്ടും. അപ്പോൾ അതാണ് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവന് പല രീതിയിൽ ചെവിയിലൊക്കെ ഇങ്ങനെ തോണ്ടിയൊക്കെ നോക്കി. പക്ഷേ അവന് യാതൊരു കുസലുമില്ല കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ല ഉറക്കം. ഇതേപോലെയൊക്കെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റിയതെന്ന് ഞാൻ ആലോചിച്ച് പോയി ഒരു നിമിഷം. അപ്പോൾ അവൻ പിന്നെ അവിടെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ഒന്നും ചെയ്യാൻ പോയില്ല, അവനെ വിട്ടുകൊടുത്തു. ഞാൻ മടുത്തു. പിന്നെ ഞാൻ പച്ചക്കായ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കായ് എടുത്തിട്ട് നമുക്ക് കായ് വറുക്കാമെന്ന് വിചാരിച്ചിട്ട് പച്ചക്കായ് വാങ്ങിച്ചു. അതിൻ്റെ തൊലി ഇതേപോലെ ചീന്തി കളഞ്ഞപ്പോൾ കൈയുടെ ഉള്ളിൽ കറയൊക്കെ വന്നിട്ട് ഗൈസ്. ഇങ്ങനെ ഞാനപ്പോൾ വെളിച്ചെണ്ണ തൂത്തിട്ടാണ് ആ കറയൊക്കെ ഒന്ന് പോയി കിട്ടിയത്. പിന്നെ ഈ പച്ചക്കായുടെ തൊണ്ടില്ലേ, ഈ തൊണ്ട് എടുത്തിട്ട് ഉപ്പേരി വെക്കും. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരിയണം. ഈ അരിയാൻ വന്നപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ സംഭവം വർക്കാവില്ല എന്ന്. ഞാൻ ആകെ ചതിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. അതായത് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ കായ് വാങ്ങിച്ചതും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എന്നറിയാമോ? പക്ഷേ ഇത് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് അബദ്ധം പറ്റിയെന്ന്, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. പിന്നെ ഞാൻ നമ്മുടെ കട്ടിങ് ടേബിൾ എടുത്തിട്ട് സാധാ അരിയണ പോലെ അങ്ങോട്ട് അങ്ങോട്ട് കൂട്ടി. പിന്നെന്താ, ചെറിയൊരു കനം ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ കത്തിയിൽ, എനിക്കാണെങ്കിൽ കത്തിയിൽ അരിയുമ്പോൾ കനത്തിലൊക്കെ അരിയും. നൈസായിട്ട് അരിയാനൊന്നും എനിക്കറിയില്ല.
അപ്പം ഞാനിങ്ങനെ അരിഞ്ഞു വന്നപ്പോൾ നല്ല ഇത് കണ്ടില്ലേ, നല്ല തിക്കായിട്ടാണ് ഇരുന്ന് വെച്ചത്. അപ്പോൾ വറക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് പറയാനാ, വറുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കായ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തിന്ന് തീർക്കുക ഒരു ടാസ്ക്കാണ്. പിന്നെ രാത്രിയായപ്പോൾ എൻ്റെ കൊച്ച് 8 മണിയൊക്കെ കഴിഞ്ഞിട്ടോ ടൂർ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് വൈകി 7 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് 8 മണിയായി എത്തിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.